ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പുനരൈക്യത്തിൻ്റെ ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നൊരുക്കമായി 5 വർഷങ്ങൾ പരിശീലന പദ്ധതികളുമായി മുമ്പോട്ട് പോവുകയാണ്. കഴിഞ്ഞ വർഷം വചനവർഷമായി നമ്മൾ വ്യത്യസ്തങ്ങളായ കർമ്മ പരിപാടികളോടുകൂടി അത് ആരംഭിക്കുകയും അനുഗ്രഹകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. ഈ വർഷം ആരാധനക്രമ വർഷമായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ആചരിക്കുകയാണ്. ആരാധനക്രമ വർഷത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ വിവിധ കർമ്മ പരിപാടികളെക്കുറിച്ചും ആരാധനക്രമ വർഷത്തിൻ്റെ ആപ്തവാക്യത്തെക്കുറിച്ചും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ അഭിമന്യ ആൻ്റണി മാർ സിൽവാനോസ് പിതാവ് സൂചിപ്പിച്ചിരുന്നത് നിങ്ങൾ പ്രത്യേകം ഓർക്കുമല്ലോ. ഈ എപ്പിസോഡിൽ ആരാധനക്രമത്തെക്കുറിച്ച് ഒരു സാധാരണ മലങ്കര സുറിയാനി കത്തോലിക്ക വ്യക്തി അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള പ്രബോധന ക്ലാസ്സുകളാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ അന്ത്യോക്യൻ ആരാധനക്രമം നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്ന ഒരു ആരാധനക്രമമാണ്. നമുക്ക് കൂടുതൽ സന്തോഷവും ആനന്ദവും ശക്തിയും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു ആരാധനക്രമമാണ് നമ്മുടേതെന്നുള്ള വലിയ അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ എപ്പോഴും ആരാധനയിൽ സംബന്ധിക്കാറുള്ളത്. ആരാധനക്രമത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചിന്തകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ നമ്മുടെ എല്ലാവരുടെയും ചിന്തകളിൽ വരേണ്ടുന്ന ഒരു അടിസ്ഥാന തത്വം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സഭയുടെ തുടക്കം, ഒരു എളിയ തുടക്കം 1930 ധന്യന്മാർ ഈവാനിയോസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയിലേക്ക്, ആ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്ക് സ്വന്തമായി ഒരു ഇടവകയോ ഒരു രൂപതയോ ഒന്നുമില്ലാതിരുന്ന ഒരവസരമായിരുന്നു. ഇന്ന് 95 വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ ഒരു ഇടവകയും ഇല്ലാതിരുന്ന ആരംഭകാലത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് 1000-ൽ പരം ഇടവുകളായി. ഞാനിത് പറഞ്ഞു വരുന്നത്, ഈ ഇടവുകളെല്ലാം രൂപം കൊണ്ടത് അതാത് സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ട കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ട ആളുകൾ അവർ എളിയ രീതിയിൽ അവരുടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ആരംഭിച്ചതാണ്. 5, 10, 15 പേര് എവിടെയെങ്കിലും ഒന്നിച്ചു കൂടിയാൽ അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഒന്നിച്ചിരുന്ന് വേദപുസ്തകം വായിക്കുകയും ആ കൂട്ടായ്മയെ ബലപ്പെടുത്തുകയും ചെയ്തിരുന്നു. കുറച്ചുകൂടി വിപുലപ്പെട്ട അവസരത്തിൽ അവർ എവിടെ നിന്നെങ്കിലും ഒരു വൈദികനെ കൊണ്ടുവന്ന് ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ച് അങ്ങനെ പതിയെ വളർന്നു വന്ന ഇടവക കൂട്ടായ്മകളാണ് ഇന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലുള്ള 1000-ൽ പരം ഇടവുകൾ. ഞാനിത് പറയുന്നത്, നമ്മൾ വളർന്നത്, നമ്മുടെ സഭ വളർന്നത്, നമ്മുടെ ഇടവുകൾ വളർന്നത് ആരാധനയിലൂടെയാണ്. ആ ആരാധന ചെറിയ ചെറിയ കൂട്ടായ്മകളായി രൂപപ്പെട്ട് ഇന്ന് വലിയ ഇടവുകളായി അത് വികസിച്ച് വളർന്നു വന്നത് പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയുമാണ് എന്ന് സൂചിപ്പിക്കുവാനാണ്. ഇന്ന് നമുക്ക് അഭിമാന ബോധത്തോടുകൂടി നമ്മുടെ സഭയെ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നുമില്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് 95 വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ദൈവം നമ്മെ അത്ഭുതകരമായി വളർത്തി എന്നുള്ളത് നമ്മുടെ കൺമുമ്പിലുള്ള ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയാണ്. അതിൻ്റെ തലവൻ മേജർ ആർച്ച് ബിഷപ്പാണ്. മേജർ ആർച്ച് ബിഷപ്പ് തന്നെ കാർഡിനലായി മാർപ്പാപ്പായെപ്പോലും തിരഞ്ഞെടുക്കുവാൻ അധികാര അവകാശങ്ങളുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് നമുക്ക് 12 രൂപതകളുണ്ട്, 18 പിതാക്കന്മാരുണ്ട്, 1000-ൽ പരം വൈദികരുണ്ട്, 2000-ൽ പരം സിസ്റ്റേഴ്സുണ്ട്, 500-ൽ പരം വൈദിക വിദ്യാർത്ഥികൾ, 1000-ൽ പരം ഇടവകകൾ, 1000-ൽ പരം ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾ, 5 ലക്ഷത്തോളം വിശ്വാസികൾ. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി എന്നും മധ്യസ്ഥത അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് മധ്യസ്ഥനായി ധന്യന്മാർ ഈവാനിയോസ് പിതാവ് നമുക്കുണ്ട് എന്നുള്ളതും ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇന്ന് മാർപ്പാപ്പായുടെ പ്രതിനിധിയായി ലോകമെങ്ങും പ്രവർത്തിക്കുവാൻ നമ്മുടെ സഭയിൽ നിന്ന് ഒരു അപ്പസ്തോലിക് നുൻസിയോ ഉണ്ട്. ഈ കണക്കുകളെല്ലാം ഞാൻ പറഞ്ഞത് അഹങ്കരിക്കാനല്ല, അഭിമാനിക്കാനാണ്. ആരാധന വളർത്തിയ സഭയാണ്, ആരാധനയിലൂടെ മുന്നേറിയ ഒരു സഭയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്ന് സൂചിപ്പിക്കാനാണ്. ഞാൻ നമ്മുടെ ഈ പ്രബോധന
ക്ലാസ്സിലേക്ക് തന്നെ പ്രവേശിക്കുക. ആരാധന എന്താണെന്ന് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ്. ആരാധനക്രമത്തിന് ഇംഗ്ലീഷിൽ ലിറ്റർജി എന്നാണ് പറയുക. ലിറ്റർജി എന്ന ഇംഗ്ലീഷ് വാക്ക് വരുന്നത് ലൈത്തൂർഗിയ എന്ന ഗ്രീക്ക് ഭാഷയിലെ 2 വാക്കുകളായ ലൈത്തോസ്, എർഗോൺ എന്നീ വാക്കുകളുടെ സംയോജനമാണ്. ലൈത്തൂർഗിയ, ലൈത്തോസ് പ്ലസ് എർഗോൺ. ലൈത്തോസ് എന്ന് പറഞ്ഞാൽ പബ്ലിക്, എർഗോൺ എന്ന് പറഞ്ഞാൽ വർക്ക് അല്ലെ സർവീസ്. അപ്പോൾ ലൈത്തൂർഗിയ അല്ലെ ലിറ്റർജി എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ നന്മയ്ക്കും ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി നടത്തുന്ന ദൈവത്തിന് അർപ്പിക്കുന്ന ശുശ്രൂഷയാണ്. അതിനെ നമ്മൾ ആരാധന, പബ്ലിക് സർവീസ് എന്ന് ആണ് ഇതിനെ വിളിക്കുന്നതെങ്കിലും ഇത് ഡിവൈൻ സർവീസ്, ദൈവത്തിന് നൽകുന്ന ആരാധനയാണ്. ദൈവത്തിന് ആരാധന അർപ്പിച്ച് അതിലൂടെ മനുഷ്യർ ശുദ്ധീകരിക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്യുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. 12-ാം പിയൂസ് മാർപ്പാപ്പ ഈ ലിറ്റർജിയെ വിശേഷിപ്പിക്കുന്നത് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മെദിയാത്തോ ദേയി എന്ന ചാക്രിക ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ നിത്യപുരോഹിതനും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ മൗലിക ശരീരത്തിലെ അംഗങ്ങളെന്ന നിലയിൽ ദൈവജനം ദൈവപിതാവിന് അർപ്പിക്കുന്നതാണ് ആരാധന. നമുക്കറിയാം, ഈ ആരാധനയുടെ ഈ നിർവചനം ആരാധനയുടെ ദൈവശാസ്ത്രത്തെയും സ്വഭാവത്തെയും പ്രത്യേകമായി വെളിപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ ആരാധന എന്ന് പറയുന്നത് ക്രിസ്തീയ അസ്തിത്വത്തിൻ്റെ ഹൃദയമാണ്. ലിറ്റർജി ഈസ് ദ ഹാർട്ട് ഓഫ് ക്രിസ്ത്യൻ എക്സിസ്റ്റൻസ് എന്ന് പറയാറുണ്ട്. ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒന്നല്ല. ക്രിസ്തീയ ജീവിതം ദൈവിക സാന്നിധ്യത്തിൽ ജീവിക്കുന്നതിനാണ് ആരാധന എന്ന് പറയുക. Liturgy is not something added to Christian life, but it is Christian life lived consciously in God's presence. ആരാധനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ആരാധിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ആരാധിക്കുന്നവൻ്റെ രൂപാന്തരീകരണമാണ്. ആരാധിക്കുന്നവനിലുള്ള മാറ്റമാണ് അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് പറയാറുള്ളത്, the goal of liturgy is not simply worship, but transfiguration of the person. നമുക്കറിയാം, താബോർ മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശുക്രിസ്തുവും ശിഷ്യന്മാരും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ രൂപാന്തരീകരണം, അവർക്ക് വന്ന മാറ്റം, ഇതാണ് ആരാധനയിലും പ്രാർത്ഥനയിലും യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് യാന്ത്രികമായി അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥനയായി മാറുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥനാ ജീവിതം. റഷ്യക്കാരനായ പോൾ യുഡോമിക്കോ തൻ്റെ ഏജസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ആ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു സേ ഓൾ ദ പ്രേയേഴ്സ്, ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു റിസൈറ്റ് ഓൾ ദ സെറ്റ് ഫോർമുലാസ് ഓഫ് പ്രേയേഴ്സ്, ബട്ട് യു ഹാവ് ടു ബിക്കം. നമുക്ക് നമ്മുടെ കൈവശമുള്ള പ്രാർത്ഥനകൾ ചൊല്ലി അവസാനിപ്പിക്കുന്നതല്ല യഥാർത്ഥ പ്രാർത്ഥന, മറിച്ച് ചൊല്ലിയ പ്രാർത്ഥനയായി നമ്മുടെ ജീവിതം മാറുന്നതാണ്. യു ഹാവ് ടു ബിക്കം ദ പ്രേയർ ദാറ്റ് യു ഓൾറെഡി റിസൈറ്റഡ്. നീ ചൊല്ലിയ പ്രാർത്ഥനയായി തന്നെ മാറുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന, അല്ലെ പ്രാർത്ഥനാ ജീവിതം. ഇങ്ങനെയാണ് സഭാപിതാക്കന്മാർ നമ്മെ ഈ ആരാധനാ ജീവിതത്തെ പറ്റി പഠിപ്പിക്കുക. അപ്പോൾ ആരാധനയും പ്രാർത്ഥനയും എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഹൃദയമാണ്, ക്രിസ്തീയ അസ്തിത്വത്തിൻ്റെ ഹൃദയമാണ്. നമുക്കതില്ലാതെ ഈ അസ്തിത്വം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല. സുറിയാനി സഭാപിതാക്കന്മാരായ നിസീബിസിലെ മാർ അപ്രേം, സാറൂഖിലെ മാർ യാക്കോബ് എന്നിവർ ആരാധനയെ ആത്മീയ ജീവിതത്തിൻ്റെ ദൈവീക രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ അവശ്യ ഘടകമായി ചിത്രീകരിക്കുന്നു. ആരാധന ആഴമേറിയ ആത്മീയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെയും വിശ്വാസ രഹസ്യങ്ങളെ ധ്യാനിക്കുന്നതിൻ്റെയും ദൈവവുമായി അഗാധ ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെയും മാർഗമായിട്ടാണ് സുറിയാനി സഭാപിതാക്കന്മാർ ആരാധനയും പ്രാർത്ഥനയും മനസ്സിലാക്കുന്നത്. മാർ അപ്രേമിൻ്റെ രചനകളിൽ പ്രാർത്ഥന നമ്മെ ആത്മീയ സൗഖ്യത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കും എങ്ങനെയാണ് നയിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നു. ആരാധനയിലെ പ്രാർത്ഥനകളിലൂടെ ദൈവജനം ദൈവിക കൃപ സ്വീകരിക്കുകയും അവരുടെ ഉള്ളിൽ രൂപാന്തരം സംഭവിക്കുകയും ചെയ്യുന്നു. ആരാധന ദൈവത്തെ കണ്ടുമുട്ടാനുള്ള പരിപാവനമായ മാർഗമാണ്. സാറൂഖിലെ യാക്കോബും ഈ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ആരാധനയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക.
ആരാധനയിലും പ്രാർത്ഥനയിലുമുള്ള മുഴുഹൃദയ പങ്കാളിത്തത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹം തൻ്റെ രചനകളിൽ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം വിശ്വാസികൾ ശാരീരികവും മാനസികവുമായി അതിൽ പൂർണ്ണമായി പങ്കുചേരേണ്ടതിൻ്റെ ആവശ്യകതയും സറൂഗിലെ യാക്കോബ് സൂചിപ്പിക്കുന്നുണ്ട്. ആരാധനക്രമത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലേക്കാണ് നമ്മൾ പോവുക. പൊതുവായി ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ആരാധനക്രമത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ എനിക്ക് ഒന്നാമതായി പറയുവാനായിട്ടുള്ളത് ദ ചേർച്ച് എക്സിസ്റ്റ് ഇൻ ഹെർ ലിറ്റർജി. സഭ നിലനിൽക്കുന്നത് ആ സഭയുടെ ആരാധനയിലാണ്. ആരാധക സമൂഹത്തെ ആരാധനാ സമൂഹമായ സഭയെ നിർമ്മിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ അടിസ്ഥാന തത്വമാണ്. ആരാധന തന്നെ സഭയുടെ ആവിഷ്കാരമാണ്. സഭ നിലനിൽക്കുന്നതും ആരാധനയിലാണ്. സഭയുടെ അസ്തിത്വവും ദൗത്യവും സ്വത്വവും ആരാധനയിലൂടെയും ആരാധനാ അനുഷ്ഠാനങ്ങളിലൂടെയുമാണ് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നതും സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നതും. യഥാർത്ഥത്തിൽ സഭ ചെയ്യുന്ന എന്തോ ഒന്നല്ല, മറിച്ച് സഭ യഥാർത്ഥത്തിൽ എന്താണെന്നാണ് ആരാധന വെളിപ്പെടുത്തുക. ആരാധനയിലൂടെയാണ് സഭ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണെന്നും ശിരസ്സായ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടാണ് ഇരിക്കുന്നതെന്നും വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. സഭാജീവിതത്തിൻ്റെ ഹൃദയമാണ് ആരാധന. അതിനാൽ നമുക്ക് ആരാധനയെക്കുറിച്ചും ആരാധനക്രമത്തെക്കുറിച്ചും യഥാർത്ഥമായ അറിവും ബോധ്യവും ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലിറ്റർജി ഈസ് ദ ഹാർട്ട് ഓഫ് എക്ലേസിയൽ ലൈഫ്. യഥാർത്ഥമായ അറിവും ബോധ്യവും ഉള്ളവർക്കാണ് യഥാർത്ഥമായി ആരാധിക്കുവാനായിട്ട് സാധിക്കുക. സഭയുടെ അംഗമായിരിക്കുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അംഗമായിരിക്കുന്ന സഭയെപ്പറ്റിയും സഭയുടെ ആരാധനക്രമത്തെക്കുറിച്ചും അറിയുകയും പഠിക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുക എന്നത്. അതുകൊണ്ട് മലങ്കര സുറിയാനി കത്തോലിക്കരായ നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ സഭയെപ്പറ്റി, നമ്മുടെ സഭയുടെ ആരാധനക്രമത്തെക്കുറിച്ചുമുള്ള വ്യക്തമായ ബോധ്യവും അറിവും. ആരാധനക്രമ വർഷത്തിലൂടെ സഭ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. നമ്മുടെ വിശ്വാസികളെല്ലാവരും ആരാധനയെ സംബന്ധിക്കുമ്പോൾ അത് പൂർണ്ണമായ ബോധ്യത്തോടും അറിവോടും പൂർണ്ണമായ തീക്ഷ്ണതയോടും കൂടി അതിൽ സംബന്ധിക്കുക എന്നുള്ളത്. രണ്ടാമതായി ഈ അടിസ്ഥാന തത്വങ്ങളിൽ എനിക്ക് സൂചിപ്പിക്കുവാനായിട്ടുള്ളത് ആരാധനയുടെ 3 ലക്ഷ്യങ്ങളെ പറ്റിയാണ്. 3 purposes ഓഫ് ലിറ്റർജി. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വീകരണമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നത്. കാരണം ദൈവം സൃഷ്ടാവാണ്, നമ്മൾ സൃഷ്ടികളാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് സൃഷ്ടാവിനെ നിരന്തരം മഹത്വപ്പെടുത്തുവാൻ അത് പ്രാർത്ഥനകളിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയും ഒക്കെ നമുക്ക് സാധ്യമാകേണ്ടതാണ്. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം മനുഷ്യൻ്റെ വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ ഓഫ് മാൻ. ദൈവത്തിൻ്റെ മഹത്വീകരണമാണ് ഒന്നാമത്തെ ലക്ഷ്യമെങ്കിൽ രണ്ടാമത്തേത് മനുഷ്യൻ്റെ വിശുദ്ധീകരണമാണ്. ഒന്നാമത്തെ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഗോഡ്, രണ്ടാമത്തെ സാങ്ക്ടിഫിക്കേഷൻ ഓഫ് മാൻ. ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമ്മൾ പോകുന്നതോടൊപ്പം തന്നെ നമ്മിൽ സംഭവിക്കേണ്ടതാണ് ഈ ശുദ്ധീകരണം, ഈ വിശുദ്ധീകരണം. മനുഷ്യൻ്റെ വിശുദ്ധീകരണം സാധ്യമാകേണ്ടതാണ് ആരാധനയിലൂടെ. ആരാധനയും കൂദാശകളും വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നതായി നമുക്കറിയാം. ദൈവിക കൃപയിലൂടെ അവരുടെ ആത്മീയ വളർച്ചയ്ക്കും രൂപാന്തരീകരണത്തിനും ഇടയാക്കുന്നതാണ് ആരാധന. കൂദാശകൾ നമുക്കറിയാം വിശുദ്ധീകരണത്തിൻ്റെ മാർഗങ്ങളും ശക്തി കേന്ദ്രങ്ങളുമാണ്. വിശുദ്ധ കുർബാനയിലാണെങ്കിലും മറ്റു കൂദാശകളിലാണെങ്കിലും ഒക്കെ നമ്മളതിൽ സംബന്ധിക്കുന്നതോടൊപ്പം ഈ വിശുദ്ധീകരണം സംഭവിക്കുകയാണ്. അതാണ് ആരാധനയുടെ രണ്ടാമത്തെ ലക്ഷ്യം. ഒന്നാമത്തേത് ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഗോഡ്, രണ്ടാമത്തേത് സാങ്ക്ടിഫിക്കേഷൻ ഓഫ് മാൻ. മൂന്നാമത്തേത് റിസപ്ഷൻ ഓഫ് ഗ്രേസ്, കൃപാവരം സ്വീകരിക്കൽ. ആരാധനയിലൂടെ നമ്മൾ കൃപ സ്വീകരിക്കുകയാണ്, കൃപാവരം സ്വീകരിക്കുകയാണ്. ആരാധനയിലൂടെയും കൂദാശകളിലൂടെയും ആണ് ദൈവം വീണ്ടെടുപ്പിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും കൃപാവരം മനുഷ്യർക്ക് നൽകുന്നത്. ആ കൃപാവരം ഫലവത്താകുന്നത് അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ ആത്മീയവും ധാർമ്മികവുമായ ഒരുക്കത്തെയും യോഗ്യതയും കൂടി ആശ്രയിച്ചാണ്. അപ്പോൾ ഈ കൃപാവരം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ യാന്ത്രികമായി സംഭവിക്കുന്നതല്ല. അത് സ്വീകരിക്കാൻ, അത് ഉൾക്കൊള്ളാൻ നമ്മളെ തന്നെ തയ്യാറെടുക്കുമ്പോഴാണ്, നമ്മളെ തന്നെ ഒരുക്കുമ്പോഴാണ്. അതിൻ്റെ ഒരു ആത്മീയമായ ഒരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം കൃപാവരം സ്വീകരിക്കുവാൻ ഓരോ വ്യക്തിയും തന്നെ വേണ്ട വിധത്തിൽ ആത്മീയമായി ഒരുക്കേണ്ടതാണ്. ഇതാണ് ആരാധനയുടെ 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. 1 ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഗോഡ്, 2 സാങ്ക്ടിഫിക്കേഷൻ ഓഫ് മാൻ, 3 റിസപ്ഷൻ ഓഫ് ഗ്രേസ്. മൂന്നാമതായി എനിക്ക് സൂചിപ്പിക്കുവാനായിട്ടുള്ളത്
ലിറ്റർജി ഈസ് ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ചർച്ചസ് ലൈഫ്. സഭാജീവിതത്തിൻ്റെ ഉറവിടവും അത്യുച്ചിയുമാണ് ആരാധന. ആരാധനാക്രമത്തെക്കുറിച്ചുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയാണ് സാക്രോസാന്തും കൊഞ്ചീലിയും. ഈ സാക്രോസാന്തും കൊഞ്ചീലിയത്തിൻ്റെ 7 അധ്യായങ്ങളിൽ തിരുസഭ നമ്മളോട് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ആരാധന, എങ്ങനെയാണ് ആരാധന പരികർമ്മം ചെയ്യേണ്ടത്, എങ്ങനെ പരികർമ്മം ചെയ്യുമ്പോഴാണ് ആരാധന നമുക്ക് അനുഭവവേദ്യമാകുന്നത്. ഇവിടെ ഈ പ്രമാണരേഖയിൽ സാക്രോസാന്തും കൊഞ്ചീലിയും എന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ ദൈവാരാധന രക്ഷാകര ചരിത്രത്തിൻ്റെയും പെസഹാ രഹസ്യങ്ങളുടെയും ആഘോഷമാണെന്ന് നമ്മളെ സൂചിപ്പിക്കും. സഭയുടെ ശക്തി മുഴുവൻ നിർഗളിക്കുന്നത് ആരാധനയിൽ നിന്നാണെന്നാണ് സാക്രോസാന്തും കൊഞ്ചീലിയും നമ്പർ 10 നമ്മളോട് പറയുക. അതിനാൽ ആരാധനക്രമം പരിപൂർണ ഫലമുളവാക്കുവാൻ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. 1, വിശ്വാസികൾ അനുഗുണമായ മനോഭാവത്തോടെ അതിനെ സമീപിക്കുക. 2, ഏകാഗ്രചിത്തരായി അതിൽ സംബന്ധിക്കുക. 3, കൃപാവരം വിഫലമാകാതിരിക്കാൻ അതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുക. രണ്ടാം വത്തിക്കാൻ സുനോദോസ് തന്നെ സാക്രോസാന്തും കൊഞ്ചീലിയും നമ്പർ 14 പറയുന്നുണ്ട് എങ്ങനെ നമ്മൾ ആരാധനയെ സംബന്ധിക്കുമ്പോഴാണ് അത് നമുക്ക് അനുഭവവേദ്യമാകുന്നത്. നമ്പർ 14 ഇങ്ങനെയാണ് പറയുന്നത്: ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ ഇൻ ദ ഹോളി ലിറ്റർജി ഓർ ഇൻ ദ ഹോളി യൂക്കറിസ്റ്റ് ഷുഡ് ബി ഫുൾ ആക്റ്റീവ് ആൻഡ് കോൺഷ്യസ് പാർട്ടിസിപ്പേഷൻ. പൂർണ്ണമായും സജീവമായും ബോധപൂർവവും നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുമ്പോഴാണ് അത് നമുക്ക് അനുഭവമായി മാറുക. അപ്പോൾ ആരാധനയെ സംബന്ധിക്കുമ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു അനുഭവത്തോടുകൂടി ഇറങ്ങിപ്പോകും. ആരാധന കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ അത് നമ്മുടെ യാമപ്രാർത്ഥന വീടുകളിലാണെങ്കിലും ആ യാമപ്രാർത്ഥന നമുക്കൊരു അനുഭവമായി മാറണം. നമ്മളെ തന്നെ ശക്തീകരിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, നമുക്ക് ആനന്ദം നൽകുന്ന, നമുക്ക് ശക്തി നൽകുന്ന ഒരനുഭവമായി നമുക്കത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഫുൾ ആക്റ്റീവ് ആൻഡ് കോൺഷ്യസ് പാർട്ടിസിപ്പേഷൻ. നമ്മുടെ ആരാധനയിൽ നമുക്കറിയാം നമ്മൾ മാത്രമല്ല, ഈ ഒരു അനുഭവത്തിൽ പങ്കുചേരുന്ന നമ്മളോടൊപ്പം തന്നെ ധാരാളം ഘടകങ്ങളുണ്ട്. 148 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്: അവൻ്റെ സകല ദൂതന്മാരുമേ അവനെ സ്തുതിപ്പീൻ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവനെ സ്തുതിപ്പീൻ, ആകാശത്തിന്മേലുള്ള ജലസഞ്ചയമേ അവനെ സ്തുതിപ്പീൻ, കടലിലെ ജീവികളെ അവനെ സ്തുതിപ്പീൻ, അഗ്നിയും കന്മഴയും പൊടിമഞ്ഞും കൊടുങ്കാറ്റുമേ അവനെ സ്തുതിപ്പീൻ, പർവ്വതങ്ങളും മലകളും ഫലവൃക്ഷങ്ങളും ദേവദാരുക്കളുമേ അവനെ സ്തുതിപ്പീൻ, മൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പറവുകളുമേ അവനെ സ്തുതിപ്പി എന്നാണ് 148 സങ്കീർത്തനം. എന്ന് പറഞ്ഞാൽ ആരാധിക്കുമ്പോൾ ആരാധിക്കുന്ന മനുഷ്യൻ മാത്രമല്ല, ഈ ആരാധനയിൽ സകല പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും പങ്കുചേരുന്നു. മനുഷ്യൻ മാത്രമല്ല, എല്ലാവരും അതിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ്. 149 സങ്കീർത്തനം നമ്മൾ കാണുന്നുണ്ട്: തപ്പുകളാലും ചതുരത്തപ്പുകളാലും അവനെ സ്തുതിപ്പി, രസമുള്ള കമ്പികളാലും നാദമുള്ള കൈത്താളങ്ങളാലും ശബ്ദത്താലും ആർപ്പുവിളിയാലും കർത്താവിനെ സ്തുതിപ്പീൻ. നമ്മൾ സാധാരണ രാത്രി പ്രാർത്ഥന നടത്തുമ്പോൾ മാലാഖമാരുടെ സ്തുതിയിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മൺമേരുമായ ഞങ്ങളും സ്തുതിക്കുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരും ചേർന്നാണ് സ്തുതിക്കുക. അത്യുന്നതങ്ങളിലുള്ള സ്വർഗീയ മാലാഖമാർ, പ്രധാന മാലാഖമാർ അവരോടൊപ്പമാണ്, അവർ സ്തുതിക്കുന്ന പോലെയാണ് ബലഹീനരും മൺമേരുമായ നമ്മളും ഈ ആരാധനയിൽ പങ്കുചേർന്ന് ദൈവത്തെ സ്തുതിക്കുക. ശീമോ പ്രാർത്ഥനയിൽ, തിങ്കളാഴ്ച സന്ധ്യാപ്രാർത്ഥനയിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്: ഭൂവാനങ്ങളതിൽ പുകഴുന്നോനാം കർത്താവെ, വാനോർ ഭൗമികരും വാഴ്ത്തും നിന്നെ സ്തോത്രം തേ. അപ്പം ഭൂവാനങ്ങളിൽ പുകഴുന്നോനാം കർത്താവെ, വാനോർ ഭൗമികരും, വാനോരും ഭൗമികരും എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ള അടിസ്ഥാനപരമായ ഒരു ചിന്തയാണ് നമുക്കിത് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ഞായറാഴ്ച നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവാം സർവേശ തവഹിതമതുപോൽ നവമാസം നിന്നെ വഹിച്ചോൾ മറിയവുമായി സ്തുതി പാടാൻ വരമേകെ. നിന്നെ വഹിച്ചോൾ മറിയവുമായി സ്തുതി പാടാൻ വരമേകണം. അപ്പോൾ ജീവിക്കുന്നവർ മാത്രമല്ല, മരിച്ചുപോയവരും വിശുദ്ധരും മാതാവും എല്ലാവരും ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ അടുത്ത ചാൻസ് നമ്മൾ പറയുക: ജാതികളിൽ നിൻ സുവിശേഷം ഭാഷിച്ചോരാം ശ്ലീഹരുമായി. ജാതികളിൽ സുവിശേഷം പ്രഘോഷിച്ച ശ്ലീഹന്മാരോടൊപ്പം സ്തുതി പാടാൻ ഞങ്ങളെ അനുവദിക്കണമേ. വിശ്വാസികളാം മൽപ്പാർമ ശുദ്ധപിതാക്കന്മാരോടുമായി, വിശ്വാസികളായ മൽപ്പാന്മാരും ശുദ്ധപിതാക്കന്മാരോടും ഒപ്പം സ്തുതി പാടാൻ
നിർമ്മല സേവകരാചാര്യ സ്നേഹിത നീതിഷ്ഠരുമായി. നിർമ്മലമായി നിന്നെ ശുശ്രൂഷിച്ച ആചാര്യന്മാർ, സ്നേഹിതർ, നീതിഷ്ഠന്മാർ, അവരോടൊപ്പം സ്തുതി പാടാൻ. നിന്നെ സമീപിച്ചകമുക്തി പ്രാപിച്ച പാപിനിയൊത്ത്. നിന്നെ സമീപിച്ച പാപിനി, ആ മുക്തി നേടിയ, മോക്ഷം നേടിയ ആ പാപിനിയോടൊത്ത്. വീണ്ടും നമ്മൾ കാണുകയാണ്, ആത്മം ജലം ഇവയിൽ നിന്ന് നിന്നെ വരിച്ച മൃതരൊത്ത്. ജലത്താലും ആത്മാവിനാലും മാമോദിസായിലൂടെ നിന്നെ വരിച്ച വാങ്ങിപ്പോയവരോടൊത്ത് നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന മനുഷ്യർ മാത്രമല്ല, നമ്മൾ അനേകരോട് ചേർന്നാണ് ദൈവത്തെ സ്തുതിക്കുക. അത് മരിച്ചുപോയവർ, ജീവിക്കുന്നവർ, സകല പ്രപഞ്ചത്തിലെ സകല സൃഷ്ടവസ്തുക്കൾ, എല്ലാം സൃഷ്ടികൾ നമ്മൾ ഒന്നിച്ചാണ് ആരാധിക്കുക. വീണ്ടും നമ്മുടെ ശീമോ നമസ്കാരം എന്ന് പറയുന്നത് വൈദികരും സന്യസ്തരും അവരുടെ വീക്ക് ഡേയ്സിൽ, ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന, 7 യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ നമസ്കാരത്തിനാണ് ശീമോ നമസ്കാരം എന്ന് പറയുക. ആ ശീമോ നമസ്കാരത്തിൽ ഇതേ സംബന്ധിച്ച് ധാരാളം പ്രാർത്ഥനകൾ, ഇവിടെ എല്ലാം പാടുവാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. പ്രത്യേകിച്ചും വ്യാഴാഴ്ച വൈകുന്നേരത്തെ ശുഭോഭാഗം, വാനവർ വാഴ്ത്തിപ്പാടുന്നു മൺമേറാരാധിക്കുന്നു. അപ്പോൾ എല്ലാവരും വാനവർ വാഴ്ത്തിപ്പാടുന്നു, മൺമേർ ആരാധിക്കുന്നു. വീണ്ടും ശുഭഭാഗത്ത് തന്നെയുള്ള വ്യാഴാഴ്ച സന്ധ്യയുടെ പ്രാർത്ഥനയിൽ ഉഷസിങ്കൽ സ്തുതി പാടുന്നു പള്ളികൾ ദേറാകളും ഒന്നായി, പക്ഷി മൃഗാദികൾ ഉദയത്തിൽ പരനെ സ്തുതി ചെയ്തിടുന്നു, കടലും ദ്വീപുകളും പാർപ്പവരും അവനെ വന്ദിക്കുന്നു. എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. വീണ്ടും മെനോലഭാഗം തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മൾ കാണും, സ്വർഗത്തിൽ ദൂതന്മാരും ഭൂമി അതിൽ മാനുഷസുതരും വന്നങ്ങേ തിരുസന്നതിയിൽ വന്നിച്ചോതുന്നു സർവേശാ നീ പരിശുദ്ധൻ. ആരൊക്കെയാണ്? സ്വർഗത്തിലെ ദൂതന്മാരും ഭൂമിയിൽ മാനുഷസുതരും ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് പറയുകയാണ് സർവേശാ നീ പരിശുദ്ധൻ. വെള്ളിയാഴ്ച മനോരഭാഗത്തെ വെള്ളിയാഴ്ച സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥനയിലും നമ്മളത് തന്നെയാണ് കാണും. ശിയാരാജ സൃഷ്ടികൾ അഖിലം നിൻ സ്തുതി പാടും, മാലാഖകൾ മനുജന്മാരും എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുവാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. ആരാധന എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രം ദൈവത്തിന് അർപ്പിക്കുന്നതല്ല, എല്ലാവരും ചേർന്ന്, മരിച്ചവരും ജീവിക്കുന്നവരും സകല പ്രപഞ്ചം മുഴുവൻ ഒന്നിച്ചാണ് ദൈവത്തെ ആരാധിക്കുക. 4ാമത്തെ പ്രധാനപ്പെട്ട ആശയം, ലിറ്റർജി ഈസ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ് ഇൻ ദ വർക്ക് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ആരാധന ദൈവിക പ്രവൃത്തിയിലുള്ള ദൈവജനത്തിൻ്റെ പങ്കുചേരലാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുള്ള ദൈവജനത്തിൻ്റെ പങ്കുചേരൽ. നമ്മൾ ഇത് മനുഷ്യൻ ചെയ്യുന്ന ഒരു കർമ്മമായിട്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുള്ള, ദൈവിക പ്രവൃത്തിയിലുള്ള ദൈവജനത്തിൻ്റെ പങ്കുചേരലാണ്. അപ്പോൾ ആരാധനക്രമത്തിന് തീർച്ചയായിട്ടും ആ ഒരു കോണ്ടെക്സ്റ്റാണുള്ളത്. നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് മനുഷ്യരായി ചെയ്യുന്ന എന്തോ ഒരു കർമ്മമല്ലിത്, നമ്മൾ ദൈവിക പ്രവൃത്തിയിൽ പങ്കുചേരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആരാധന നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് നമ്പർ 1072 ഇങ്ങനെയാണ് പറയുക, ആരാധനക്രമത്തിന് വിശ്വാസികളുടെ ജീവിതത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ആരാധനക്രമം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് അങ്ങ് പോകുക എന്നുള്ളതല്ല, അത് ഫലങ്ങൾ പുറപ്പെടുവിക്കണം. എന്തൊക്കെയാണ് ഫലങ്ങൾ? 1 ആത്മാവിലുള്ള നവജീവൻ, 2 സഭയുടെ ദൗത്യത്തിലുള്ള പങ്കുചേരൽ, 3 അവളുടെ ഐക്യത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷ. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് നമ്പർ 1072. അപ്പം ഫലങ്ങൾ പുറപ്പെടുവിക്കാത്തതിൻ്റെ പേരല്ല ആരാധന, ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതാകണം ആരാധന. എന്ന് പറഞ്ഞാൽ ആരാധനയെ സംബന്ധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൃശ്യമായ ഫലങ്ങളൂടെ കാണണം. അതാണ് ഇതിലൂടെ സഭ ആഗ്രഹിക്കുക. 5ാമത്തെ പ്രധാനപ്പെട്ട ഒരാശയം എന്ന് പറയുന്നത്, ലിറ്റർജി ഈസ് എ സെലിബ്രേഷൻ ഓഫ് ദ മിസ്റ്ററി ഓഫ് സാൽവേഷൻ. ആരാധന രക്ഷാകര രഹസ്യത്തിൻ്റെ ആഘോഷമാണ്. ബെനഡിക്റ്റ് 16 അപ്പപ്പ പറയുന്നുണ്ട്, ആരാധന രക്ഷാകര പദ്ധതിയുടെ ആഘോഷമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആരാധനക്രമത്തെക്കുറിച്ചുള്ള 2ാം വത്തിക്കാൻ സുനോദോസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ സാക്രോസാന്തും കൊഞ്ചീലിയും അതിൻ്റെ നമ്പർ 2 അത് തന്നെയാണ് പറയുക. സഭയിലായിരിക്കുന്ന വിശ്വാസ സമൂഹത്തെ ആരാധന പടുത്തുയർത്തുകയും അവരെ കർത്താവിൻ്റെ ആലയമാക്കി മാറ്റുകയും ആത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമാക്കുകയും ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന രക്ഷാകര രഹസ്യത്തിൻ്റെ ആഘോഷമാണ്. അപ്പോൾ ഈ രക്ഷാകര രഹസ്യങ്ങൾ
മിസ്റ്ററി ഓഫ് സാൽവേഷൻ, അത് യഥാർത്ഥത്തിൽ ആഘോഷിക്കുന്നതാണ് ആരാധന എന്ന് പറയുക. ആറാമത്തെ ഒരു ചിന്ത ഇങ്ങനെയാണ്: ലിറ്റർജി ആൻഡ് പ്രേയേഴ്സ്, വൈറ്റൽ കമ്പോണൻസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ആരാധനയും പ്രാർത്ഥനയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവശ്യ ഘടകങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന മാർ അപ്രയം അതേ പ്രകാരം സൂചിപ്പിക്കുന്നു, ഒരു വ്യക്തിയിൽ ആത്മീയ പുതുക്കപ്പെടലിന് കാരണമാകുന്ന രൂപാന്തരീകരണ പ്രക്രിയയാണ് പ്രാർത്ഥന. അത് വിശ്വാസികളെ ദൈവത്തോട് കൂടുതൽ സജീവമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആരാധനയും പ്രാർത്ഥനയും ദൈവത്തോട് ഒരു വ്യക്തിയെ കൂടുതൽ സജീവമാക്കുവാനും ദൈവത്തെ കണ്ടുമുട്ടുവാനും ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടുവാനും സഹായിക്കുന്നു എന്നാണ് മാർ അപ്രയം പറയുക. ഒരു വ്യക്തിയെ ആത്മീയമായി സജീവമാക്കുവാനും പുതുക്കുവാനുമുള്ള രൂപാന്തരീകരണ ശക്തി പ്രാർത്ഥനയ്ക്കുണ്ടെന്നാണ് മാർ അപ്രയം പറയുക. ഏഴാമത്തെ ആശയം ഇങ്ങനെയാണ്: ലിറ്റർജി ഇസ് ദ ഡിവൈൻ ഹ്യൂമൻ എൻകൗണ്ടർ. ആരാധന എന്ന് പറയുന്നത് ദൈവ മനുഷ്യ കണ്ടുമുട്ടലാണ്. ആരാധന ദൈവവും മനുഷ്യനും തമ്മിലുള്ള കണ്ടുമുട്ടലും ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുവാനുള്ള മാർഗവുമാണ്. ആരാധനയ്ക്ക് രണ്ട് ദിശാവഴികളുണ്ട്. ഒന്ന് ഡിഷേസ, രണ്ട് അഷേസ, ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ്. മനുഷ്യനിലേക്കുള്ള ദൈവത്തിൻ്റെ ഇറങ്ങിവരവും ദൈവത്തിങ്കിലേക്കുള്ള മനുഷ്യൻ്റെ കരയേറ്റവും, അതാണ് ഡിസെൻഡിങ് ആൻഡ് അസെൻഡിങ്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലേക്ക്, ആരാധകൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്നു. ആരാധകനോ പ്രാർത്ഥിക്കുന്നവനോ അവൻ ദൈവത്തിങ്കിലേക്ക് കരയേറ്റപ്പെടുന്നു. ഈ രണ്ട് ദിശകളും ആരാധനയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മനുഷ്യനിലേക്കുള്ള ദൈവത്തിൻ്റെ ഇറങ്ങി വരവും ദൈവത്തിങ്കിലേക്കുള്ള മനുഷ്യൻ്റെ കരയേറ്റവും അത് സംഭവിക്കുന്നത് ആരാധനയിലാണ്. മനുഷ്യനിലേക്കുള്ള ദൈവത്തിൻ്റെ ഇറങ്ങി വരവിൽ ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് കൂടുതൽ അടുപ്പമുള്ളവനാകുന്നു. ആ ഇറങ്ങി വരവ് നമ്മളെ കുറേ കൂടെ ദൈവത്തോട് അടുപ്പിക്കുന്നു. ദൈവത്തെങ്കിലേക്കുള്ള മനുഷ്യൻ്റെ കരയേറ്റത്തിൽ ക്രിസ്തു നമ്മെ പിതാവായ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു. അപ്പോൾ ഈ ആരാധന എന്ന് പറയുന്നത് ദൈവ മനുഷ്യ കണ്ടുമുട്ടലാണ്. ഡിസെൻഡിങ്ങിലൂടെയും അസെൻഡിങ്ങിലൂടെയും ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ആരാധനയിലൂടെയാണ് നാം അദൃശ്യനായ ദൈവത്തെ കണ്ടുമുട്ടുന്നത്. ആരാധനയ്ക്കായി അണയുന്ന ആരാധക സമൂഹത്തിലെ ഓരോ വ്യക്തിയും തന്നെ അറിയുന്ന, തന്നെ സ്നേഹിക്കുന്ന ദൈവിക സാന്നിധ്യത്തിലേക്ക് കടന്നു വരികയും വ്യക്തിപരമായി ദൈവത്തെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടത്തിലാണ് ആരാധിക്കുക. നമ്മൾ 100 പേര് 150 പേരടങ്ങുന്ന കൂട്ടത്തിലാണ് നമ്മൾ ദൈവത്തെ സമൂഹമായി ആരാധിക്കുന്നതെങ്കിൽ ആ കൂട്ടം ദൈവത്തെ ആരാധിക്കുന്നു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കൂട്ടത്തിലെ ഓരോ വ്യക്തിയും ദൈവത്തെ വ്യക്തിപരമായി കണ്ടുമുട്ടുന്നതാണ് യഥാർത്ഥത്തിൽ ആരാധന. കൂട്ടത്തിൽ എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളതല്ല, കൂട്ടത്തിലെ ഓരോ വ്യക്തിക്കും എന്തെങ്കിലും രൂപാന്തരീകരണവും വിശുദ്ധീകരണവും അവനിലുള്ള മാറ്റവും സംഭവിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന.